നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടോ, ഇത് ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോകേണ്ട കേസാ. എടോ, നമ്മുടെ ജീപ്പ് എമർജൻസി സംവിധാനം വല്ലതും ഉണ്ടോ? ഉണ്ടോ വിജയ? ഏയ്, സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. സംഗതി റിസ്കാ. ആംബുലൻസ് തന്നെ വിളിക്കേണ്ടി വരും. ചോദ്യം, കാർത്തിക ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ? അതോ കാർത്തികയെ തന്നെയാണോ അവർ നെട്ടൂർ പാലത്തിന് താഴെയിട്ട് കത്തിക്കരിച്ചത്? കാർത്തിക അല്ലെങ്കിൽ ആ മരണപ്പെട്ടത് ആരാണ്? തുടങ്ങിയ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയാലേ ഈ കുരുക്കുകൾ ഓരോന്നായി നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റൂ. അതിനുള്ള മാർഗം എന്താണ്? അത് മാത്രമാണ് ഈ കേസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഫസ്റ്റ് മൂവ്മെന്റ്. മാഡം, അതിന് നെട്ടൂർ പാലത്തിന് താഴെ കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ട പെൺകുട്ടിയുടെ DNA ടെസ്റ്റ് തന്നെയല്ലേ ഏക മാർഗം? ടെസ്റ്റിൽ ആ പെൺകുട്ടി കാർത്തിക അല്ലെന്ന് മനസ്സിലാക്കിയാൽ ആദ്യത്തെ കടമ്പ കഴിഞ്ഞില്ലേ? പൂർണ്ണമായും കത്തിക്കരിഞ്ഞു എന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഹാർഡ് ടിഷ്യൂകൾ, അതായത് എല്ലുകളും പല്ലുകളും ഒക്കെ അവശേഷിക്കില്ലേ മാഡം? അത് മതിയല്ലോ മാഡം മരിച്ചയാളുടെ ബയോഡേറ്റ വരെ ലഭിക്കാൻ. മരണപ്പെട്ട പെൺകുട്ടി കാർത്തിക അല്ലെന്ന് തെളിഞ്ഞ അടുത്ത നീക്കം കാർത്തിക എവിടെ? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ പുറത്തു വരണം. ഇനി അവളെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ അവിടുന്ന് പുറത്തു ചാടിക്കണം. എങ്കിലേ വിഷ്ണുവേട്ടനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും. പോലീസ് നിരത്തിയ കത്തിക്കറിഞ്ഞ കാർത്തികയുടെ ബോഡിയുടെ കഥയിൽ എനിക്കൊരു വിശ്വാസ്യതയും തോന്നിയില്ല മാഡം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന്റെ പിന്നാലെ ഒന്ന് സഞ്ചരിച്ചതും. ആസിഡിൽ മുക്കി വരെ ആളെ കൊല്ലുന്ന കാലമാ മാടത്. എന്നിട്ടും അതിന്റെ പഴുതുകളടച്ച് കേസ് തെളിയിക്കുന്നില്ലേ? വീപ്പയ്ക്കുള്ളിൽ കരീത്തറ കായലിൽ കണ്ട മൃതദേഹത്തിലെ എല്ലുകൾ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു സ്ക്രൂവിൽ നിന്ന് പോലും അതാരാണെന്ന് തിരിച്ചറിഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടില്ലേ? അതുപോലെ ഇതും നമുക്ക് മനസ്സിലാക്കി തരും. അതിനുള്ള വഴി നമ്മൾ തെളിച്ചു കൊടുക്കണമെന്ന് മാത്രം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം, അന്വേഷിക്കേണ്ട പോലീസ് തന്നെയാണ് നമ്മുടെ എതിരാളി എന്നതാണ്. അവരൊരുക്കുന്ന കുരുക്കുകളാണ് നമ്മൾ അഴിക്കേണ്ടത്. അതായത് നമ്മൾ ഹരിശ്രീ എഴുതി പഠിപ്പിക്കേണ്ടത് തലതൊട്ടപ്പന്മാരായ കുതന്ത്രങ്ങളുടെ രാജാക്കന്മാരെയാണെന്ന് ഓർക്കണം. കൃത്യമായ എവിഡൻസിന് മുന്നിൽ പതറിപ്പോകാത്തവരാരാണ് മാഡം ഉള്ളത്? പഴുതുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം. അതിന് മാഡത്തിനെ കൊണ്ട് കഴിയണം. നമുക്ക് ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ചെയ്തു തീരാനും കണ്ടുപിടിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം ചെയ്യാൻ സർവേശ്വരൻ ശക്തി തരും മാഡം. പക്ഷെ വിഷ്ണുവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് എന്റെ സർവശക്തിയും ചോർന്നു പോവാ. എല്ലാം സഹിച്ചുള്ള നിൽപ്പ് കാണുമ്പോ അനു, എന്റെ സർവ്വനാടികളും തളർന്നു പോവാ. അങ്ങനെ തളർന്നാൽ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമല്ലേ മാഡം? ശക്തരാകുന്നത് ഇതെല്ലാം ചെയ്യിച്ചവരുമാണ്. നന്മയുടെ ജയം വരണമെങ്കിൽ തിന്മ പരാജയപ്പെട്ടേ ഒക്കൂ. മാഡമാണ് ഇപ്പൊ സാറിന്റെ ശക്തി. ആ മാഡം തളർന്ന പിന്നെ സാറിനും പിടിച്ചു നിൽക്കാനാവില്ല. പടയ്ക്കിറങ്ങാൻ തന്നെയാ തീരുമാനം. മഹാഭാരത യുദ്ധം നടക്കുമ്പോ തളർന്നു പോകുന്ന അർജുനന് ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ കൃഷ്ണനുണ്ടായിരുന്നു. എനിക്കിവിടെ ആകപ്പാടെയുള്ളത് പാവം പിടിച്ച എന്റെ അമ്മയും. എന്തായാലും ശത്രുവിന്റെ ശക്തി കൊണ്ട് പതറാതെ മുന്നോട്ട് പോവുക തന്നെ വേണം. അതിനുപയോഗിക്കാവുന്ന ഏത് യുദ്ധതന്ത്രങ്ങളും ഉപയോഗിക്കും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് പതറിപ്പോയാ എന്നും കത്തിച്ചു വെക്കുന്ന തിരിയുടെ കണക്ക് പറഞ്ഞ് ഭഗവാനെ തന്നെ വിളിച്ചു നോക്കാം. സഹായിക്കൊന്ന് നോക്കാലോ. പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തോന്നുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ആർക്കോ ഒരാപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നൽ.
ഒന്നിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. അന്ന് ഇന്ന് നിങ്ങളെ പരിഹസിക്കുന്നവർക്കെല്ലാം അസൂയ ഉണ്ടാക്കുന്ന വിധത്തിൽ നിങ്ങൾ ജീവിച്ചു കാണിക്കണം. എന്താടാ വേഷം കെട്ട് എടുക്കല്ലേ? എന്തൊക്കെയാടാ നീ ഇരുന്ന് കാണിക്കുന്നത്? ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് വൃത്തിയേടാക്കിയ നീ തന്നെ വൃത്തിയാക്കി തരേണ്ടി വരും. സാറേ സാറേ ഇതാ ഇവൻ. സാറേ ഒന്ന് ഓടിവാ സാറേ. സാറേ ഒന്ന് ഓടിവാ. എന്താണോ എന്താ പറ്റി? നോക്കിയേ സാറേ, അവൻ ശ്രദ്ധിക്കുന്ന മുഴുവൻ ബ്ലഡാ. താൻ നോക്ക പോർന്നേ. ഒന്ന് വേഗം തുറക്കണം. എന്താ എന്താ പറ്റിയത്? എഴുന്നേക്ക് സാറേ, എന്തോ കുഴപ്പമുണ്ട് സാറേ. എന്താണോ എന്താ പറ്റി? എടോ താൻ പോയി ജീപ്പ് ഇറക്ക. നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്താണോ എന്താ അവിടെ ഒച്ചമ്പളൊക്കെ? സാറേ, ആ വിഷ്ണു ബ്ലഡ് ശ്രദ്ധിക്കുന്നു. അവൻ വല്ല മോണയും കടിച്ചു പിടിച്ചായിരിക്കും. അല്ല സാർ, ബ്ലഡാ ഛർദിക്കുന്നത്. എടോ വിജയ, ഈ വയറ്റിലേ വല്ല അൾസറോ വല്ല കൂടി പൊട്ടിയാലേ ബ്ലഡ് വരും. അല്ല, ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എടോ തന്നോട് ജീപ്പ് ഇറക്കാൻ പറഞ്ഞിട്ട്. അല്ല, പോയി ജീപ്പ് ഇറക്കണോ? എടോ നാസേ, ഇത് കുഴപ്പമാ. ജീപ്പിലും കൊണ്ടുപോകാൻ പറ്റില്ല. എടോ എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ സമാധാനം പറയണം. ഇതിപ്പോ ഇവിടെ കിടന്ന് എന്തെങ്കിലും പറ്റിപ്പോയാലും നമ്മൾ സമാധാനം പറയണ്ടേ സാറേ? എടോ ഇത് അങ്ങനെയല്ല. എടോ ഇത് ആംബുലൻസ് വിളിച്ചു കൊണ്ടുപോകേണ്ട കേസാ. എടോ നമ്മുടെ ജീപ്പ് എമർജൻസി സംവിധാനം വല്ലതും ഉണ്ടോ? ഉണ്ടോ വിജയ? ഏയ്, സാറ് പറഞ്ഞപ്പോൾ എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. സംഗതി റിസ്കാ. ആംബുലൻസ് തന്നെ വിളിക്കേണ്ടി വരും. എന്നാ പിന്നെ ഒന്ന് പെട്ടെന്ന് വിളിക്കും സാറേ, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചാവും. ഇവിടെ താനിങ്ങനെ എടുത്ത് കയറ് പൊട്ടിക്കാതോ. നമ്പർ നോക്കട്ടെ. തന്നെ കൊണ്ട് കൊടുത്ത താലൂക്ക് ആശുപത്രിയുടെ നമ്പർ എന്റെ കയ്യിൽ വിടണോ സാറേ? താനത് സെർച്ച് ചെയ്തോ, ഞാനും ചെയ്യാം. ആർക്കാണോ നമ്പർ കിട്ടുന്നത് അവര് വിളിച്ചോളാം. SAമാൻ ആശുപത്രി പോയി ആംബുലൻസ് വിളിക്കാനുള്ള ഏർപ്പാടാന്നാ തോന്നുന്നത്. ചില നേരത്തെ അയാൾ വലിയ മനുഷ്യ സ്നേഹിയാട്ടോ. സാറേ, നമ്പർ കിട്ടി. ആ, എന്താ വിളിക്കണോ? വല്ല ശവവും കൊണ്ട് പോയിട്ടുണ്ടെങ്കിലേ അത് ഇറക്കാതെ വരാൻ പറ്റില്ല. ആ സമയത്ത് ഇതിവിടെ ശവമാവും. സാറേ, ഇതല്പം കുഴപ്പം പിടിച്ച വള്ളിയാണെന്നാ തോന്നുന്നേ. തട്ടി പോകൂടോ. ഛർദിൽ കണ്ടിട്ട് അകത്ത് കിടക്കുന്ന എല്ലാം പുറത്തു വന്നു എന്നാ തോന്നുന്നേ. ഞാൻ ഒന്ന് പുറന്തടവി കൊടുക്കട്ടെ സാറേ? ആ കൊടുകൊടു. പോലീസുകാരെല്ലാം മനുഷ്യ സ്നേഹികളായാല് ഈ പ്രസ്ഥാനം പൂട്ടിക്കിട്ടേണ്ടി വരുമെന്നാ തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.